ഞങ്ങൾ എന്താ ഫസ്റ്റ് ബസ് എടുത്ത് സ്റ്റാൻസറി എയർപോർട്ടിൽ പോകും. അതിന് വേണ്ടിയിട്ട് പൊക്കോണ്ടിരിക്കുക. ബസ് പിടിക്കാനായിട്ട് പൊക്കോണ്ടിരിക്കുക. 5 മിനിറ്റിൽ ബസ് ഉണ്ട്. അറിയില്ല, നോക്കി നോക്കാം. എയർപോർട്ടിലെത്തി. ഇനി 4-5 മണിക്കൂർ കണ്ടുണ്ട്. എല്ലാവരും കസേരയിൽ ഓരോടേക്ക് ഇരുന്ന് ഉറക്കമൊക്കെയാണ്. ഇതേ ഇരിക്കണം. കൂടെ ചെക്കിങ് കഴിഞ്ഞു, ബോർഡിംഗ് പാസ് കിട്ടി, നമ്മൾ കയറാൻ പോവാം. ബോർഡിംഗ് പാസ് കിട്ടിയാ? ബോർഡിംഗ് പാസും കിട്ടി. നമ്മളങ്ങനെ ടിറാന എയർപോർട്ട്, ടിറാന അൽബേനിയയുടെ ക്യാപിറ്റലായ ടിറാന എയർപോർട്ടിൽ വന്നിറങ്ങി. നല്ല കിടുക്കാച്ചി സ്ഥലം, മലകളുടെ ഇടയിലാണ് വന്നിറങ്ങിയേക്കുന്നത്. ഇനിയിപ്പോൾ അവിടെ അക്കുടുവിനെ നോക്കണം. അക്കുടു അതേ വരുന്നു. അക്കുഡൂസ്. ടിറാന എയർപോർട്ടിൽ വന്നിറങ്ങി നമ്മൾ ആൽഫ റെൻ്റൽസ് എന്ന് പറഞ്ഞ അവിടെ നിന്നൊരു വണ്ടി എടുക്കുവാണ്. വണ്ടി പുത്തൻ വണ്ടി, 2025 മോഡൽ ഒരു സ്കോഡ ആണ് എടുത്തേക്കുന്നത്. നല്ല വണ്ടിയാണ്. എല്ലാം ഭയങ്കര ഈസി ആയിരുന്നു. നമ്മൾ UK ലൈസൻസ് ഉള്ള കാരണം UK ലൈസൻസ് കൊടുത്തു, ഡെപ്പോസിറ്റ് കൊടുത്തു. പിന്നെ അതേ മച്ചാനെല്ലാം സെറ്റപ്പ് ചെയ്ത് റെഡിയാക്കി അത് ഇതൊക്കെ കാണിച്ചു തന്നു. ഞാൻ ചുമ്മാ ഒരു റൗണ്ട് അബൌട്ട് വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോ അൽബേനിയ എയർപോർട്ടിൽ വന്നു. നമ്മള് വെളിയിലിറങ്ങി, റെന്റ് കാറ് എടുത്തു. സ്കോഡയുടെ പുത്തൻ വണ്ടി കിട്ടി. അത് മാത്രമല്ല, ഇത് മറ്റേ ഇതാട്ടോ, ലെഫ്റ്റ് സൈഡ് ആണ്. നമ്മുടെ നാട്ടിലും UK-യിലുള്ള പോലെ റൈറ്റ് സൈഡ് അല്ല, ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണ്. പിന്നെ ഞാൻ ഓൾറെഡി നമുക്ക് മോണ്ടിനീഗ്രോയിൽ പോയപ്പോഴും പിന്നെ ടർക്കിയിലും അവിടെ എല്ലാം ബാക്കി എല്ലായിടത്തും ലെഫ്റ്റ് ആയതുകൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ട്, ഓടിച്ചൊരു ശീലമുണ്ട്. പിന്നെ അതേ സ്ഥലവും കാണിച്ചു കൊടുത്ത അടിപൊളി സ്ഥലം, കിടിലൻ സ്ഥലം, നല്ല ക്ലൈമറ്റ്, നമ്മുടെ ഒരു വൈബ് ഉള്ള ഒരു സ്ഥലം, നല്ല ക്ലൈമറ്റ്, അതാണ് ഇതിന്റെ മെയിൻ. Do you love it? Yes, I love the climate. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. നമ്മുടെ UK-യിലെ കൊടും തണുപ്പിൽ നിന്ന് മാറിയിട്ട് ചെറിയൊരു ചൂട്. ഇതാണ് സ്കോഡ. അടുത്ത വണ്ടി പുത്തൻ വണ്ടിയാണ്. നല്ല ഫ്രഷ്. ആ ഇലത്തറിനൊക്കെ നല്ല ഫ്രഷ് മണം. എനിക്കിത് കാണുമ്പോൾ തോന്നുന്നത് മറ്റേ ദുബായിലൊക്കെ പച്ചപ്പ് വന്ന കണക്ക്. ദുബായിലൂടെ മലയൊക്കെ മലയുണ്ടോ? വലിയ തിരക്കും ശല്യം ഒന്നുമില്ല. നമുക്കിങ്ങനെ സുഖമായിട്ട് ഓടിച്ചു പോവാം. എല്ലായിടത്തും നല്ല നല്ല മരങ്ങള്, ഒലീവ് മരങ്ങള്, ഓറഞ്ചാണോ നാരങ്ങയാണോ, ആ ലെമണിന്റെ മരങ്ങളാണ് ഫുള്ള്. പിന്നെ ഒലീവ് മരങ്ങള് നോക്കി, ഫുള്ള് ഒലീവ് മരങ്ങള്. പിന്നെ നമ്മള് ബീച്ച് സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. നമ്മള് ഡൂറസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്ത് പാട്രോയോ കൂട്ട സാൻ പിയട്രോ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ്, അവിടെയാണ് നമ്മുടെ സ്റ്റേ. അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. നല്ല സ്ഥലം. അതെ, പക്ഷെ ഇത് നല്ല ക്ലൈമറ്റ്, നല്ല ചൂടുണ്ട്, നല്ല ചെറിയൊരു തണുപ്പുണ്ട്. അതേ പിള്ളേരൊക്കെ സ്കൂളൊക്കെ വിട്ട് സ്കൂളിലേക്ക് പോവാണ്. ഇവിടെ എല്ലാം കുറച്ച് ലേറ്റ് ആയിട്ടാണ് തോന്നുന്നു കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ കാർ എടുക്കാൻ പോയപ്പോഴും ആ പുള്ളി കട പോലും തുറന്നിട്ടില്ല, 10 മണിയായിട്ട്. സ്കൂള് വിട്ടാൻ തോന്നുന്നു, ഉച്ചക്ക് വിടും തോന്നുന്നു. മറ്റേ മൊത്തം വാഴ, ഒലിവ് മരം കൊണ്ടുപോകാൻ പറ്റുമോ? ഇത് ഫുൾ ഒലിവ് ട്രീ അത് മൊത്തം. ഈ രാജ്യത്തിന്റെ തൊട്ട് താഴെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീസാണ്. നമ്മുടെ വേൾഡ് മാപ്പിൽ ഈ ഒരു രാജ്യം എവിടെയാ കിടക്കുന്നത്? ഈ രാജ്യം എന്ന് പറഞ്ഞാൽ ഗ്രീസിന്റെ തൊട്ട് മേളിലായിട്ട് കിടക്കുന്നത്. അക്കട് ബുക്ക് ചെയ്തതാണ് സാൻ പിയട്രോ. നല്ല സ്ഥലം. ഇതുണ്ട്, ഫുൾ മരങ്ങളും വീടുകളും ഒക്കെ ആയിട്ട്. റിസപ്ഷനിൽ പോയിട്ട് ചെക്ക് ഇൻ ചെയ്യാൻ പോവാ അല്ലേ. നൈസ് സ്പോട്ട്. സൈക്കിളൊക്കെ ഉണ്ട്, സൈക്കിളുണ്ട്, ഗോൾഫ് വാൻ ഉണ്ട്. ഇതുണ്ട് നമുക്ക് എന്താ ഇതിന് പറയുന്ന ഈ സ്കൂട്ടർ. ഇതൊക്കെ എടുത്ത് ചുമ്മാ കറങ്ങിയടിച്ച് ഇറക്കാം അതിനകത്തോടി. റിസപ്ഷൻ
ഇതേ പാട്രോ വെക്കേഷൻ റെന്റൽ റിസപ്ഷൻ ഇത് തന്നെ. വാ നേരത്തേക്ക് അൽബേനിയയിലെ നമ്മുടെ സ്റ്റേ കാണിച്ചു തരാം. കം ഓൺ. സാൻ പിയട്രോ വെക്കേഷൻ റെന്റൽസ്. ഫോളോ മീ. കാറ് വിട്ടിട്ട് ഇപ്പൊ വീട് പണി തുടങ്ങിയ നമ്മളെല്ലാ പണിയെടുക്കും. ഇത് ഫസ്റ്റ് അതാണ് ഫസ്റ്റ് ലിവിംഗ് റൂം. ഓക്കെ, എന്താ ഒത്തൊരുമേ. നമ്മുടെ ലിവിംഗ് റൂം ഫുള്ള് രത്തനാണ്, ഭയങ്കര മോഡേണൈസ്ഡ് ആണ്. ഇത് മറ്റേ കൊട്ട കമത്തി ചെയ്തിട്ടുണ്ട്, പിന്നെ ചട്ടി കമത്തി ചെയ്തിട്ടുണ്ട്, ടി വി ഉണ്ട്, വലിയ കാർട്ടൂൺ ടി വി ഉണ്ട്. അക്കടോന്റെ കിച്ചണാ ഞാനിവിടെ കുക്ക് ചെയ്തില്ല. ഗ്ലാസ് ഉണ്ട്, കപ്പ്, പ്ലേറ്റ്, സോസർ, സാധനങ്ങള് എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ. വൈറ്റും കൂടെ ആയതുകൊണ്ട് ഗ്രില്ലൊക്കെ ചെയ്യാം, കോഴി ഗ്രില്ല് ചെയ്തിരിക്കാം. വൈറ്റും കൂടെ ആയിട്ട് ഗ്രില്ല് ചെയ്യാന്നു. അല്ല, വൈറ്റും കൂടെ ആയതുകൊണ്ട് എല്ലാം ഭയങ്കര നീറ്റായിട്ട് നമുക്ക്. ബാൽക്കണി, ഒരുപാട് ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്. ഇത് മറ്റേ ഇതാന്ന് തോന്നുന്നു കേട്ടോ, മറ്റേ ബാർബിക്യൂ ചെയ്യാം. ബാർബിക്യൂ വെച്ച് ബാർബിക്യൂ ചെയ്യുന്ന ഇതാണത്. ഒലിവ് മരവും അവിടെ ആ സൈഡിലെ ബീച്ച്. ഇതെവിടെ പൂളുണ്ട്, പൂളുള്ള വില്ല ഉണ്ട് കേട്ടോ. നമ്മള് സ്റ്റക്കായി, ബാക്കി കാണിക്കുക. ഇതാണ് വെളിയിലത്തെ സ്ഥലം, വെളിയിലത്തെ ഏരിയ. രസമുണ്ട്. വീണ്ടും സ്റ്റക്കായേ. പിന്നെ ഇവിടെ ഇരിക്കാം, ഇങ്ങനെ ഇങ്ങനെ മരം വലിച്ചിടാം, ഇങ്ങനെ ഇരിക്കാം, പിന്നെ ഇങ്ങനെ ഇരിക്കാം, ഇങ്ങനെ ഇരിക്കാം. നല്ല രസമാണ്. പിന്നെ ഇവിടെ മറ്റേ ഇതിങ്ങനെ നമുക്ക് നീട്ടിയിടാം. ഓ, ഇതൊക്കെ അതിന്റെ ഇടയ്ക്ക് മനസ്സിലാക്കിയോ? പിന്നല്ലാണ്ട് ഇങ്ങനെ 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 വലിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ നീണ്ട് അങ്ങോട്ടിരിക്കും. നല്ല മഴയൊക്കെ വരുമ്പോഴത്തേക്കും ടെറസിലടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള സംഭവമാണത്. ബുദ്ധിമാൻ തന്നെ. പിന്നെ മറ്റേ സാധനം ഇനി മെയിൻ സ്ഥലം കാണിച്ചുതരാം. ബാത്റൂം. ഇതിനകത്ത് വാഷിംഗ് മെഷീൻ ഉണ്ട് കേട്ടോ. വാഷിംഗ് മെഷീൻ ഉണ്ട്, അത്യാവശ്യം നല്ല നിന്ന് കുളിക്കുക അവിടെ. അത്ര ഡീറ്റെയിലിംഗ് വേണ്ട. ഇതെന്താ ചന്തി കഴുകാൻ പ്രത്യേക സാധനമുണ്ട്. അയ്യേ, ഇങ്ങനെ ഇങ്ങനെ കഴുകുക. അതാണത്. ഇതാണ് ബെഡ്റൂം. ബെഡ്റൂമിന്റെ അവിടുന്ന് അങ്ങോട്ടുള്ള വ്യൂ അത് ഓപ്പൺ ചെയ്യണമെങ്കിൽ കുറച്ച് വാക്യൂം ക്ലീനർ ഉണ്ട്, പിന്നെ നല്ല അൽമാരി ഉണ്ട്, തൈപ്പൊട്ടി ഉണ്ട്, ഹെയർ ഡ്രയർ ഉണ്ടോ? ഹെയർ ഡ്രയർ ഉണ്ടാവും, മറ്റേ ഡ്രോയർ. ഇതാണ് 4 ദിവസത്തെ 5 ദിവസത്തേക്കുള്ള നമ്മുടെ സ്റ്റേ ഇൻ അൽബേനിയ. ബൈ ബൈ. ആരും വരാത്ത സമയത്താണ് നമ്മൾ വരുന്നത്. പക്ഷെ എനിക്കിത് ഇഷ്ടം, നമ്മൾ മാത്രം പീസ്ഫുൾ ആയിട്ട്. നമ്മള് റെസ്റ്റോറന്റ് ഏതാ? ദ ബ്രീസ്. നമ്മുടെ ഫുഡ് എനിക്ക് ബീഫ് സ്റ്റേക്ക് കാണാമോ? എനിക്ക് നല്ല ഫിഷ്. ബീഫ് സ്റ്റേക്ക്. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് അക്കുടനൊരു മോഹം വണ്ടി ഒന്ന് ഓടിക്കണമെന്ന്. അത് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണല്ലോ, ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. ഇത് നമ്മുടെ സ്റ്റേയുടെ അകത്തുള്ള റോഡുകൾ തന്നെയാണ്, അതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. അപ്പോൾ അക്കുട ഒന്ന് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ട്രൈ ചെയ്യുകയാണ്. ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ അക്കുട നന്നായിട്ട് ഓടിക്കുന്നുണ്ട്, സീനൊന്നുമില്ല, ഓൾ ഗുഡ്. ഫസ്റ്റ് ഡേ അങ്ങനെ പ്രത്യേകിച്ച് വേറെ പരിപാടികളൊന്നുമില്ല. നമ്മൾ വന്നു, ഫ്രഷപ്പായി, പോയി ഫുഡൊക്കെ കഴിച്ചു. ഇനി നമ്മളൊരു സൺസെറ്റ് കാണാനുള്ള പരിപാടിയാണ്. സൺസെറ്റ് നമ്മുടെ വീടിന്, നമ്മുടെ സ്റ്റേയുടെ അടുത്ത് തന്നെ നല്ലൊരു ബീച്ചുണ്ട്, അവിടെ പോയിട്ട് സൺസെറ്റൊക്കെ കണ്ട് സെറ്റായിട്ട് തിരിച്ചു വരണം. നടന്നാൽ മതി ഇവിടെ, നല്ല വ്യൂവാ.
ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു ബീച്ച്, ഭയങ്കര പ്രൈവറ്റ് ബീച്ച് എന്ന് തന്നെ പറയാം. നമ്മൾ മാത്രമുണ്ട്. ഭയങ്കര നല്ലൊരു ഈവനിങ് ആയിരുന്നു. ഇതുപോലൊരു സൺസെറ്റ്, അതാരും ഇല്ലാതെ നമ്മൾ മാത്രം, നല്ലൊരു ഫീലിംഗ് ആണ്. അങ്ങനെ സൺസെറ്റോട് കൂടി നമ്മുടെ ഡേ 1 റാപ്പ് ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.